അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരളയുടെ 49ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാസർഗോഡ് ജില്ലാ വ്യാപാര ഭവൻ ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരളയുടെ 49ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ജില്ലാ വ്യാപാര ഭവനിൽ നടന്നു. സപ്ലൈകോ നെല്ല് സംഭരണം യഥാസമയം നടത്തുക, സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ സമയബന്ധിതമായി ലഭ്യമാക്കുക, വന്യജീവി ആക്രമണം മൂലം നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് PM സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിഭാഗത്തെ അടിച്ചമർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഉള്ള ചില ദുഷ്ശക്തികളുടെ പ്രക്രിയ കൊണ്ട് നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ വകുപ്പ് മാറ്റി. അത് നമ്മുടെ പല സഹോദരന്മാർക്ക് വളരെയധികം വേദന ഉണ്ടാക്കി, വളരെയധികം ആളുകളെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഇതിനെതിരെ നമ്മൾ നിരന്തരമായ പോരാട്ടം നടത്തി. വളരെ ബാധിച്ച ചിലർ നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും പോലും വലിയ എമൗണ്ടുകൾ ചിലവാക്കി നമ്മൾ പല കേസുകൾ നടത്തി. അതിൻ്റെ ഒക്കെ ഫലം നമുക്കിപ്പോൾ കിട്ടി. ആ കിട്ടിയ ഫലം നമുക്ക് അനുഭവിക്കാൻ ഊർജ്ജസ്വലതയോടെ നമ്മുടെ വകുപ്പ് മേലധികാരികൾ നടപ്പിലാക്കാൻ അത്ര വ്യഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ. AAK കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണൻ K അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ K, നിശാന്ത് PV, പ്രകാശൻ K, വിനീത K എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ച ജയപ്രകാശ് Kയെ അനുമോദിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച ഗോപി M-ന് യാത്രയയപ്പ് നൽകി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം AAK സോണൽ സെക്രട്ടറി ഷീന P-യും സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം മധു AV-യും ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കുമാർ C, സുചിത്ര KP, ഹരീന്ദ്രൻ TV, ജയപ്രകാശ് B നമ്പ്യാർ, ശ്രീജ V, പ്രജീഷ് കുമാർ K, സ്മിജ P, സതീശൻ K, ഭാസ്കരൻ K, ശ്രീഹരി P, ബാബുരാജ് T, രവി C, മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.